Hello my dears, welcome to ACS online class. അപ്പോൾ നമ്മുടെ ഓണം വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച ഫുൾ അടിച്ചു പൊളിച്ചിട്ട് എല്ലാവരും വന്നിരിക്കുകയാണല്ലേ. നമുക്ക് തുടങ്ങാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും പേജ് നമ്പർ 67 എടുത്തേ. മിസ് ടാൻഗ്രാം അല്ലേ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 5 പീസ് ടാൻഗ്രാം പഠിച്ചല്ലേ, 5 പീസസ് വരുന്ന ടാൻഗ്രാം അല്ലേ, 1 2 3 4 5 പീസസ് വരുന്ന ടാൻഗ്രാമത്തെ കുറിച്ച് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി 7 പീസ് ടാൻഗ്രാം, ഇനി 7 പീസുകൾ വരുന്ന ഒരു ടാൻഗ്രാം, അത് വെച്ചിട്ടാണ് ഇനി ബാക്കി മിസ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഈ സെയിം ഫിഗർ തന്നെ പേജ് നമ്പർ 201 കണ്ടോ? പേജ് നമ്പർ 201 എടുത്ത എല്ലാവരും ടെക്സ്റ്റ് ബുക്കിനെ പുറകില് കണ്ടില്ലേ? ഈ സെയിം ടാൻഗ്രാം തന്നെയാണ് ടെക്സ്റ്റ് ബുക്കില് നമ്മുടെ പേജ് നമ്പർ 67 അതേ ടാൻഗ്രാം തന്നെയാണ് ഇവിടെ പേജ് നമ്പർ 201 അപ്പൊ അവിടെ ഈ 201 ടാൻഗ്രാം എല്ലാവരും കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കണ്ടില്ലേ, കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സെപ്പറേറ്റ് കുഞ്ഞു 7 പീസുകളാക്കുക. ഇതിന്റെ കറക്റ്റ് ആ ഷേപ്പിന് 7 പീസുകളാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലുള്ള പിക്ചേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഗെയിം അല്ലേ, നല്ലതല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പൊ ഇതുപോലുള്ള പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. 7 പീസ് ടാൻഗ്രാം പല രീതികളിൽ അറേഞ്ച് ചെയ്ത് ഈ ഷേപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇത് തന്നെ വേണം നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി 7 പീസ് ടാൻഗ്രാം. Here is the picture of 7 piece tangram. You can cut out these pieces and put them together in different ways to make some very interesting shapes. Okay, Miss പറഞ്ഞ കാര്യം തന്നെയാണ്. ഇഷ്ടമുള്ള ഷേപ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്ടമുള്ള ഷേപ്സ് ഒക്കെ ആ 7 piece tangram ഉപയോഗിച്ച് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Now try making the following shapes. ഇനി താഴെ ടെക്സ്റ്റിൽ 4 പടങ്ങൾ വന്നിട്ടുണ്ട്. ഈ 4 പടങ്ങൾ ഈ ടാൻഗ്രാം വെച്ച് നമ്മുടെ ടെക്സ്റ്റിലെ ഇപ്പൊ കട്ട് ചെയ്തെടുത്ത 201 നിന്ന് പേജ് നമ്പർ 201 നിന്ന് കട്ട് ചെയ്തെടുത്ത ഇതുപോലുള്ള ഈ ടാൻഗ്രാം വെച്ച് നമുക്ക് ഈ 4 പടങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസ് ഓൺലി ട്രയാങ്കിൾസ് വെച്ച് മാത്രം ഈ ഫിഗേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ട്രയാങ്കിൾസ് വെച്ച് മാത്രം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ട്രയാങ്കിൾസ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന മോഡലാണ് കൊടുത്തേക്കുന്നത്. ടാൻഗ്രാം 6 and ടാൻഗ്രാം 7 ഒരുമിച്ച് ഇങ്ങനെ ഡയഗ്രാമിൽ ഒരുമിച്ച് ചേർത്ത് വെക്കുക. 5ഉം 3ഉം ഇങ്ങനെ വെക്കുക. 1 ഇട്ടിട്ട് വെക്കുക. അപ്പോൾ ടെക്സ്റ്റിൽ കാണുന്ന ഈ ഷേപ്പ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ടെക്സ്റ്റിലെ ഈ ഷേപ്പ് തന്നെ ഇതുപോലെ അറേഞ്ച് ചെയ്താൽ, മിസ് ഇപ്പൊ പറഞ്ഞു തന്നേക്കുന്ന പോലെ തന്നെ അറേഞ്ച് ചെയ്താൽ നമുക്ക് ഈ ഷേപ്പ് കിട്ടും അല്ലെ? മിസ് പറഞ്ഞു തന്നത് എല്ലാവരും പെട്ടെന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിട്ടാട്ടോ. ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. ഈ ഒരു ഷേപ്പ് ഔട്ട്ലൈൻ ടെക്സ്റ്റ് കണ്ടില്ലേ, ഈ അറ്റന്റെ നല്ല കൂർത്തത്, പിന്നെ അടുക്കൊരു റെക്ടാങ്കിൾ ടൈപ്പ്, ഇതുപോലെ അറേഞ്ച് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, യൂസ് പീസസ് 1 2 3 and 5. ഇനി പീസ് നമ്പർ 1 2 3 5, ഇവിടെ ഈ പീസ് നമ്പർ 1 2 3 5 ഈ 4 പീസുകൾ ഉപയോഗിച്ചിട്ട് എന്താണ് ഈ ഒരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യണം. ഒരു മോഡൽ ഇവിടെ വരച്ചിട്ടുണ്ട്. പീസ് 3 ഇങ്ങനെ വെച്ചു, പീസ് 1 ഇങ്ങനെ വെച്ചു, പീസ് 2 ഇങ്ങനെ വെച്ചു, പീസ് 5 ഇങ്ങനെ വെച്ചു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബോക്സ് കിട്ടും. ടെക്സ്റ്റിൽ അതുപോലത്തെ ഒരു ബോക്സ് കിട്ടും. ഓക്കെ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ട്രയാങ്കിൾസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളായിരുന്നു. 6ഉം 7ഉം 3ഉം 5ഉം 1ഉം എല്ലാം ട്രയാങ്കിൾസ് തന്നെയായിരുന്നു. അത് വെച്ച് ടെക്സ്റ്റ് ഒരു ഷേപ്പ് ഉണ്ടാക്കി താഴത്ത് തന്നിട്ടുണ്ട്. 1 2 3 5 പീസസ് വെച്ചിട്ട് ഇതുപോലെ ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. എല്ലാവരും അത് കട്ട് ചെയ്ത് വെച്ചേക്കല്ലേ, ഇന്ന് അറേഞ്ച് ചെയ്ത് നോക്കിക്കേ. ഇങ്ങനത്തെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഇനി യൂസ് ഓൺലി 2 ട്രയാങ്കിൾസ്. ഇനി 2 ട്രയാങ്കിൾസ് വെച്ച് ഇതുപോലൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഈ 6 7 കണ്ടില്ലേ, ഈ 6 7 ഉപയോഗിച്ച് തന്നെ ഞാൻ ഇതുപോലത്തെ ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി 4, യൂസ് പീസസ് 1 2 3 and 1 2 3 4 5 1 2 3 4 5 ഇതെല്ലാം വെച്ചിട്ട് ഇതുപോലൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. മിസ് അതിന്റെ ഒരു മോഡൽ വരച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ മിസ് ക്ലൂ തരത്തില്ല. ഇതിന്റെയൊക്കെ മിസ് ക്ലൂ പറഞ്ഞു. 3 ഇവിടെ വെക്കണം, 1 2 5 അങ്ങനെ എല്ലാത്തിനും നമ്പേഴ്സ് ഒക്കെ മിസ് പറഞ്ഞു തന്നു. ഇതിന്റെ മിസ് നമ്പർ പറഞ്ഞു തരുന്നില്ല. ഇത് കാണുമ്പോൾ അറിയാം, കണ്ടില്ലേ ഇങ്ങനെ സ്ലാൻഡിങ് ലൈൻ ഏതാ 2 വരും. അങ്ങനെ എല്ലാവരും കണ്ടുപിടിച്ച്
അതായത് 1 2 3 4 5 ഈ പീസുകൾ അറേഞ്ച് ചെയ്ത് എന്താണ് അറേഞ്ച് ചെയ്ത് ഒരു ടാൻഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് ഈ പടങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ വരക്കണം. ഫസ്റ്റ് യൂസ് ഓൺലി ട്രയാങ്കിൾസ് എന്ന് എഴുതിയിട്ട് ഇതുപോലെ നിങ്ങൾ ഏതൊക്കെ നമ്പർ ടാൻഗ്രാം ആണോ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലത്തെ പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ മിസ് വരച്ചേക്കുന്ന പോലെ തന്നെ ആ നമ്പേഴ്സ് കൊടുത്ത് ഇതുപോലെ ഒന്ന് നിങ്ങൾ ഒരുമിച്ച് വെച്ചത് നിങ്ങൾ നോട്ട്ബുക്കിൽ ജസ്റ്റ് പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് വരച്ചു വെക്കുക. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ യൂസ് 2 pieces 1 2 3 and 5. കണ്ടില്ലേ 1 2 3 5 വെച്ചിട്ട് ഈ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ ഒന്ന് ഇത് മിസ്സിപ്പോ ഈ വരച്ചിരുന്ന പോലെ തന്നെ ആ ഒരു ബോക്സിനകത്ത് ഏതൊക്കെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തെന്ന് അറിയാൻ വേണ്ടി ഒരു ലൈൻ 5 എന്ന് കൊടുത്തു, ഒരു ലൈൻ 2 എന്ന് കൊടുത്തു, അങ്ങനെ വെച്ച് നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ച് കാണിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ 2 ട്രയാങ്കിൾസ് ഉപയോഗിച്ച് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ 7 താഴെ വരുന്നെങ്കിൽ 7 എഴുതുക, മോളിൽ 6 ആണെങ്കിൽ മോളിൽ 6. നിങ്ങൾ എങ്ങനെയാണ് ആ ടാൻഗ്രാം കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുന്നത് അതിന്റെ ഒരു ലേ ഔട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1 2 3 4 and 5 ഈ 5 പീസുകൾ ഈ ടാൻഗ്രത്തിന്റെ 5 പീസുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ എളുപ്പത്തിന് മിസ് അതിന്റെ സ്ട്രക്ചർ അതിന്റെ ലേ ഔട്ട് വരച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അറേഞ്ച് ഏതൊക്കെ നമ്പേഴ്സ് ആണ് മിസ് പറഞ്ഞു തരുന്നില്ല അതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്താൽ കിട്ടുമോ എന്ന് എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ. ഈ ടാൻഗ്രാം കട്ട് ചെയ്ത പീസ് വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതുപോലുള്ള ലേ ഔട്ടും നമ്പേഴ്സും ചെയ്ത് നോട്ട്ബുക്കിൽ വരയ്ക്കണം. 7 പീസ് ടാൻഗ്രാം എന്ന ഹെഡിങ് കൊടുത്ത് ഈ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് വേണം നോട്ട്ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്ത് ഈ ലേ ഔട്ട്സ് നോട്ട്ബുക്കിൽ വരയ്ക്കാൻ. ഓക്കെ, എല്ലാവരും ചെയ്തില്ലേ? ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഗെയിമാണ് അല്ലെ ടാൻഗ്രാം. അപ്പൊ എല്ലാവരും ചെയ്യും. ഇനി വേവിംഗ് പാറ്റേൺസ്. ഗോലു ആൻഡ് ബിനു went to the market with their aunt. ഗോലുവും ബിനുവും എന്താണ് ആന്റിയുടെ കൂടെ മാർക്കറ്റിൽ പോവുകയാണ്. These so many rugs. എന്താണ് താൻ നമ്മൾ ചവിട്ടുപായൊക്കെ ഇല്ലേ അങ്ങനത്തെ പായും ഒക്കെ അവർ കണ്ടു, മാർക്കറ്റിൽ കണ്ടു. Wow, so many colors, so many shapes, circles, triangles, see the patterns. കണ്ടില്ലേ അടുത്ത് എന്തിനു വേണ്ടി കളേഴ്സ് ഉണ്ട്, എന്തിനു വേണ്ടി ഷേപ്സ് ഉണ്ട്, സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, പലതരത്തിലുള്ള ഷേപ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇതിന്റെ ഡിസൈൻ ഒക്കെ ചെയ്തേക്കുന്നത് അല്ലേ. അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which geometric shapes can you identify in these borders? Draw them in your notebook. Waving patterns എന്ന ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് എഴുതി ഈ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഈ പടത്തില് ഓരോ ചവിട്ടുപാകളുടെ പടങ്ങളാണ് അല്ലേ, അതിന്റെ പാറ്റേൺസ് ആ കൊടുത്തേക്കുന്നത്. ഇതിൽ ഏതൊക്കെ ഷേപ്സ് നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കാം. ഓരോ ചവിട്ടുപാട് അറ്റത്തും അവർ കൊടുത്തേക്കുന്ന ഡിസൈൻസിൽ ഏതൊക്കെ ഷേപ്സ് ആണെന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലായത് അതൊക്കെ നോട്ട്ബുക്കിൽ എഴുതുക. മിസ്സിനെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി മിസ് ബോഡി വരച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഫസ്റ്റ് ഫിഗറിൽ പകുതി വട്ടത്തിന്റെ ഒരു യെല്ലോ കളർ കൊടുത്തേക്കുന്നുണ്ടല്ലേ, ആർക്ക് ഷേപ്പ് അല്ലെ, റാ പോലത്തെ ഷേപ്പ്, ആർക്ക് ഷേപ്പ്, ARC, ആർക്ക് ഷേപ്പ്. ഇനി അത് കഴിഞ്ഞതിന്റെ ഉള്ളിൽ നോക്കിക്കേ സർക്കിൾ ഉണ്ട് അല്ലെ, സർക്കിൾ ഷേപ്പ് ഉണ്ട്. ഇനി കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ട്, സർക്കിളിന്റെ അകത്ത് സർക്കിൾസ് വരയ്ക്കുന്നതിനാണ് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത്. CONCENTRIC, കോൺസെൻട്രിക്, CONCENTRIC, കോൺസെൻട്രിക് സർക്കിൾസ്. ഒരു സർക്കിളിന്റെ അകത്ത് ഓരോ സർക്കിൾസ് വരയ്ക്കുന്നതിനാണ് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പാരലലോഗ്രാം. ഈ ടാൻഗ്രത്തിലെ ടാൻഗ്രത്തിലാണോ ഈ 2 എന്നൊരു പീസ് കണ്ടോ, അത് ടാൻഗ്രാം ആണ്. അത് എന്താ പാരലലോഗ്രാം ആണ് അല്ലെ. നമ്മുടെ റെക്ടാങ്കിളിന്റെ ഒരു ബോക്സിന് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, അത് കുറച്ചിട്ട് 2 സൈഡ്സും കുറച്ച് ചരിച്ച് വരച്ചു കൊടുക്കുന്നതിനെയാണ് പാരലലോഗ്രാം എന്ന് പറയുന്നത്. കണ്ടില്ലേ നമ്മുടെ ഈ റെക്ടാങ്കിൾ എന്ന ബോക്സ് സ്ട്രെയിറ്റ് ലൈൻസ് അല്ലേ, നല്ല കുത്തനെയുള്ള സ്ട്രെയിറ്റ് ലൈൻസ് അല്ലേ. ഈ 2 ലൈൻസ് ചരിച്ച് വരച്ചു കൊടുത്ത് കണ്ടില്ലേ, ചരിച്ച് വരച്ചു കൊടുത്ത് അതിനെയാണ് പാരലലോഗ്രാം ആക്കി വരച്ചേക്കുന്നത്. ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഡയമണ്ട് ഷേപ്പ് പാരലലോഗ്രാം. ഈ സെയിം സാധനം തന്നെയാണ് കണ്ടില്ലേ ഇവിടെ ഡിസൈൻ ആക്കി കൊടുത്തേക്കുന്നത്. പാരലലോഗ്രാം ചരിച്ച് ഡയമണ്ട് ഷേപ്പ് പോലെ ഒന്ന് കറക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. ഈ ബോക്സ് ഇങ്ങനെ തന്നെ കറക്കിയാലും എല്ലാം ഈ ബോക്സ് ഷേപ്പ് തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഈ പാരലലോഗ്രാം നോക്കിക്കേ
ഈ രണ്ട് അറ്റങ്ങൾ മിസ് ചരിച്ച് വരച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡയമണ്ട് ഷേപ്പ് കിട്ടി. കണ്ടില്ലേ? പാരലലോഗ് ഈ സെയിം സാധനം തന്നെ, സെയിം പാരലലോഗം തന്നെ ഒന്ന് കറക്കി വെച്ച് കൊടുത്തപ്പോൾ ഈ അറ്റം മുകളിൽ വരുന്ന പോലെ ഒന്ന് കറക്കി വെച്ച് കൊടുത്തു. കണ്ടില്ലേ? ഈ അറ്റം അടുത്ത് വരുന്ന പോലെ ഒന്ന് കറക്കി വെച്ച് കൊടുത്തപ്പോൾ എന്താണ് കറക്കി വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ കണ്ടില്ലേ? ഇതിങ്ങനെ കറക്കി വെച്ച് കൊടുത്തപ്പോൾ പാരലലോഗ്രം തന്നെ ഡയമണ്ട് ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലെ? പാരലലോഗ്രം എന്നാണ് ആ ഷേപ്പിന്റെ പേര്. നമ്മുടെ റെക്ടാങ്കിളിലെ രണ്ട് സൈഡ്സ്, നമ്മൾ ഈ വെർട്ടിക്കൽ രണ്ട് സൈഡ്സ് ചരിച്ച് വരച്ചു കൊടുത്തിരിക്കുന്നതിന് പാരലലോഗ്രം എന്ന് പറയും. PARALLELOGRAM പാരലലോഗ്രം. PARA LLELLO ഗ്രാം പാരലലോഗ്രാം. നമ്മൾ റെക്ടാങ്കിൾ തന്നെ അതിന്റെ മുകളിലോട്ടുള്ള വെർട്ടിക്കൽ അല്ലെങ്കിൽ ബ്രെഡ്ത്തിനെ ഒന്ന് ചരിച്ചു കൊടുത്തേക്കുന്നതിനാണ് പാരലലോഗ്രാം എന്ന് പറയുന്നത്. പാരലലോഗ്രാം നമുക്ക് കാണാൻ പറ്റും. ആ മുകളിലത്തെ മാറ്റിൽ തന്നെ കണ്ടില്ലേ? യെല്ലോ കളർ പാരലലോഗ്രാം ഉണ്ട്, പിന്നെ കോൺസെൻട്രിക് സർക്കിൾ, പിന്നെ പാരലലോഗ്രാം, പിന്നെ കോൺസെൻട്രിക് സർക്കിൾ. കണ്ടില്ലേ? ഇനി സ്ക്വയർ കാണാൻ പറ്റും. കണ്ടില്ലേ? ചരിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ചവിട്ടുപാവില് സ്ക്വയേഴ്സ് ഉണ്ട് അല്ലെ? ഇനി ഹെക്സഗൺ, 6 സൈഡുള്ള ഒരു ഫിഗർ കണ്ടില്ലേ? 6 സൈഡുള്ള സ്ക്വയറിന്റെ കൂടെ തന്നെ 5 സ്ക്വയേഴ്സ് വെച്ച് കൊടുത്തേക്കുന്നുണ്ടല്ലേ? അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഹെക്സഗൺ ഉണ്ട് അല്ലെ? അതിന് 6 സൈഡ് ഉണ്ട്. വരച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് സൈഡ് മുകളിൽ, പിന്നെ 2 സൈഡ് ചരിച്ച്, പിന്നെ 2 സൈഡ്സ് താഴത്തോട് ചരിച്ചു വന്ന താഴത്ത് ഒരു വര, മുകളിലും താഴത്തും ഒരു വര, എന്നിട്ടോ ബാക്കി 2 സൈഡ്സും ചരിച്ചു, പിന്നെ താഴത്തോട് ചരിച്ചു കൊടുത്തു. അങ്ങനെ 6 സൈഡ്സ്, 1 2 3 4 5 6, അങ്ങനെ മൊത്തം 6 സൈഡ്സ് ഉണ്ട് അല്ലെ? 6 സൈഡ്സ് ഉള്ള ഫിഗേഴ്സിനെ ഹെക്സഗൺ എന്ന് പറയും. HEXAGON ഹെക്സഗൺ. അപ്പൊ ഈ ഫിഗേഴ്സ് എല്ലാം താഴത്തെ വേണ്ട, 1 2 3 4 5 6 ഈ 6 ഫിഗേഴ്സ് എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എഴുതി എല്ലാവരും നോട്ട്ബുക്കിൽ തന്നെ വരയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെ ജോമെട്രിക് ഷേപ്സ് ആണ് നമ്മൾ ഈ ചവിട്ടുപാലിലൊക്കെ ഏതൊക്കെ ജോമെട്രിക് ഷേപ്സ് കണ്ടു? ആർക്ക് കണ്ടു, സർക്കിൾ കണ്ടു, കോൺസെൻട്രിക് സർക്കിൾ കണ്ടു, പാരലലോഗ്രാം കണ്ടു, സ്ക്വയർ കണ്ടു, ഹെക്സഗൺ കണ്ടു അല്ലെ? ഇത്രയും ഷേപ്സ് നമുക്ക് ഈ കോൺസെൻട്രിക് സർക്കിൾസിനകത്ത് കിട്ടും. പിന്നെ അത് താഴത്ത് മീനിനെ പോലെയും മീൻ വളർന്നിരിക്കുന്ന പോലെയും സ്റ്റാറിനെ പോലെയൊക്കെ ഉണ്ടല്ലേ? അതൊന്നും നമ്മുടെ ജോമെട്രിക് ഷേപ്സ് അല്ല അല്ലേ? ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് മാത്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജോമെട്രിക് ഷേപ്സ്, ഇതൊക്കെയാണ് അല്ലേ? ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈസ് എനി ഷേപ്പ് റിപ്പീറ്റിംഗ് ഇൻ എ പർട്ടിക്കുലർ പാറ്റേൺ? വിച്ച് വൺസ്? ഏതെങ്കിലും ഷേപ്സ് റിപ്പീറ്റ് ചെയ്ത് പർട്ടിക്കുലർ പ്രത്യേക ഒരു പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും യെസ് എന്ന് എഴുതണം. ഓക്കെ, യെസ് എന്ന് എഴുതണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് കണ്ടില്ലേ, മോളിൽ തന്നെ ആർക്ക് കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ആർക്ക്, യെസ്, ആർക്ക് ഈസ് റിപ്പീറ്റിംഗ് കണ്ടിന്യൂസ്ലി എന്ന് എഴുതണം. ആ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതുക, എന്നിട്ട് താഴത്ത് എഴുതുക യെസ്, ആർക്ക് ആർക്ക് ഷേപ്പ് ഈസ് റിപ്പീറ്റിംഗ് കണ്ടിന്യൂസ്ലി എന്ന് എഴുതണം. ഓക്കെ, കണ്ടിന്യൂസ് സ്പെല്ലിംഗ് അറിയാവോ? CONTI, continuously, repeating. ഇനി അടുത്ത എന്താ? പിന്നെ ഏതൊക്കെ ഷേപ്സ് വരുന്നുണ്ട്? പിന്നെ ഫസ്റ്റ് പാറ്റേണില് നമ്മുടെ പാരലലോഗ്രാം വരുന്നുണ്ട്, പിന്നെ കോൺസെൻട്രിക്, 2 കോൺസെൻട്രിക് സർക്കിൾ റെഡ് കളർ, പിന്നെ യെല്ലോ പാരലലോഗ്രാം, പിന്നെ കോൺസെൻട്രിക് സർക്കിൾ. അങ്ങനെ അത് തമ്മിൽ ഒന്നരവിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ എല്ലാവരും എന്ത് എഴുതും? In first pattern, concentric circle and parallelogram are repeated alternately. In first pattern, okay, alternative spellings എഴുതണം. ALTERNATELY, alternately. Okay, appo in first pattern, parallelogram and concentric circles are repeated alternately. Repeated spelling അറിയാവോ? REPEATED
repeated. R-E-P-E-A-T-E-D, repeated. Alternately, A-L-T-E-R-N-A-T-E-L-Y, alternately. ഇനി സെക്കൻഡ് പാറ്റേണിൽ 5 സ്ക്വയേഴ്സ് ഉണ്ട്, പിന്നെ ഹെക്സഗൺ ഉണ്ട്, 5 സ്ക്വയേഴ്സ് ഉണ്ട്, ഹെക്സഗൺ ഉണ്ട്. അപ്പൊ എല്ലാരും എഴുതുക, ഇൻ സെക്കൻഡ് പാറ്റേൺ സ്ക്വയേഴ്സ് ആൻഡ് ഹെക്സഗൺസ് ആർ റിപ്പീറ്റഡ് ഓൾട്ടർനേറ്റ്ലി. ഒന്നിടവിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെ. സെക്കൻഡ് പാറ്റേണില് സ്ക്വയേഴ്സ് ആൻഡ് ഹെക്സഗൺ ആർ റിപ്പീറ്റഡ് ഓൾട്ടർനേറ്റ്ലി. ഇനി അടുത്തതോ, ഇനി അടുത്ത പാറ്റേൺ നമ്മുടെ ഹെക്സഗൺ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാണ്, കോൺസെൻട്രിക് സർക്കിൾസ് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാണ് അല്ലെ. ഫസ്റ്റ് കോൺസെൻട്രിക് സർക്കിൾ 3 എണ്ണമുള്ള കോൺസെൻട്രിക് സർക്കിൾ, പിന്നെ 2 എണ്ണമുള്ള കോൺസെൻട്രിക് സർക്കിൾ, പിന്നെ 3 എണ്ണമുള്ള കോൺസെൻട്രിക്, പിന്നെ 2 എണ്ണമുള്ള കോൺസെൻട്രിക് സർക്കിൾ. അപ്പോ ഇൻ തേർഡ് പാറ്റേൺ hexagons are repeated continuously. And concentric circles, 3 concentric circles and 2 concentric circles are repeated alternately. In second pattern, hexagons are repeated continuously, full stop. And full stop and 3 concentric circles and 2 concentric circles are repeated alternately. 3 concentric circle വരുന്നതും 2 concentric circle വരുന്നതും എല്ലാം alternate, ഒന്ന് ഇടവിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. ഹെക്സഗൺ ആണെങ്കിലോ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യണം അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, are the shapes made of curved lines, straight lines, both curved and straight lines? ഈ ഷേപ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടുള്ളതാണോ, അല്ലെങ്കിൽ കർവ്ഡ് വളഞ്ഞ ലൈൻസ് വെച്ചിട്ടുള്ളതാണോ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസും കർവ്ഡ് ലൈൻസും വെച്ചിട്ടുള്ളതാണോ? ഈ പാറ്റേൺസ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസും കർവ്ഡ് ലൈൻസും വെച്ചിട്ടുള്ളതാണ് അല്ലെ. ആ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതുക. ആൻസർ ബോത്ത് കർവ്ഡ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻസ്. ഹെക്സഗണും നമ്മുടെ സ്ക്വയറും പാരലലോഗ്രാം ഒക്കെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷെ ആർക്കും സർക്കിളും കോൺസെൻട്രിക് സർക്കിളിലെ കർവ് ലൈൻസ് അല്ലേ, വളഞ്ഞ ലൈൻസ് അല്ലേ. അപ്പോ ഈ പാറ്റേൺസ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, കർവ്ഡ് ലൈൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എഴുതുക ബോത്ത് കർവ്ഡ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് എഴുതുക. ഇനി look at your clothes, your mother's sarees, shawls, rugs and mats. Can you identify some patterns? Draw them in your notebook. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഉമ്മയുടെ ഷോളോ അല്ലെങ്കിൽ വീട്ടിൽ വിരിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റിലെയോ അല്ലെങ്കിൽ എന്താണ് മാറ്റുകൾ, ചവിട്ടുപാലുകളിലൊക്കെ പാറ്റേൺസ് എങ്ങനെയാണ്, ഇതുപോലെ ഡിസൈൻസ് ഒക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് എന്താണ് ഒരു പാറ്റേൺ കണ്ടുപിടിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതി എല്ലാവരും ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടുപിടിച്ച ആ പാറ്റേൺ നോട്ട്ബുക്കിൽ വരയ്ക്കണം. ചെയ്തില്ല എല്ലാവരും? ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവരും മിടുക്കരായിട്ട് മിസ്സിന് ഹോംവർക്ക് എഴുതി നോട്ട്ബുക്കിൽ ഫോട്ടോ ഇട്ട് തരണം. പേജ് നമ്പർ 68 and 69 എല്ലാവരും ചെയ്യണം, ഹോംവർക്ക് ഇട്ട് തരണം. എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.